ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ പറയുമ്പോഴാട്ടെ എന്റെ ഒരു ഭംഗി നമ്മൾ വരുമ്പോ ഇല്ല. അയ്യടാ ഞാൻ എങ്ങനെയെങ്കിലും മൈ ചാനലിന്റെ ചാനലാക്കാനുള്ള പ്ലാൻ. എന്റെ ചാനൽ കൂടി അല്ലല്ലോ, രണ്ടാളും കൂടി ചാനൽ. അപ്പൊ ഞാൻ മൈ ചാനലിൽ പറയുള്ളൂ. അതപ്പോ നമ്മളിതാ അതെ വീണ്ടും ഒരു വീഡിയോ ചലഞ്ച് വീഡിയോ ആയിട്ട് വരാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടില്ലല്ലോ? കാണാത്തവർ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുതിട്ട. ഒന്ന് പോയി സബ്സ്ക്രൈബ് പോയിട്ട് ചെയ്തിട്ട് ബെല്ലൈക്കൺ പോയിട്ട് ഇങ്ങനെ കിണികിണി കിണികിണി പോയി തട്ടാ. ഒറ്റ പ്രാവശ്യം തട്ടിയാൽ മതി, 2 പ്രാവശ്യം തട്ടിയാൽ വേണ്ട. അന്നപ്പോ ഇന്നത്തെ ചലഞ്ച് എന്താ? ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു മാരക ചലഞ്ചാണ്. ഒരു ചെറുക്കം നമുക്ക് വേണ്ടിട്ട് സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് ചലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ. കളർ കാർഡ് ചലഞ്ച് എന്നാണ്. അതായത് ഒരു 5-6 കളേഴ്സ് പേപ്പേഴ്സ്, കളർ പേപ്പർ ഇല്ലേ, അത് ഞങ്ങൾ നിരത്തി വെക്കും. ബേക്കിന്ന് സെയിം കളറില് എന്താ ഒരാളെടുത്ത് സെയിം കളർ, അതേ കളർ തന്നെ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ബാക്കിന്ന് ഇപ്പൊ കാക്കൂര് റെഡ് ആണ് വെച്ചെങ്കിൽ ഞങ്ങളിത് കാണൂല, ബേക്കിന്നല്ലേ വെക്കുന്നത്. അപ്പൊ ബാക്കിൽ റെഡ് ആണ് വെക്കുക. കറക്റ്റ് ഞങ്ങള് മുന്നിൽ ഞങ്ങളത് റെഡ് ഒരു എന്താ പറയാ ഗ്ലാസ് വെച്ചിട്ട് കാണിച്ചു തരണം. അതായത് വെക്കണം ബാക്കിൽ നിന്ന് ഏത് കളറാണോ പറയുന്നത് അത് ഫ്രണ്ടില് കാണിച്ചു തരണം. അത് കാണിച്ചു തന്നില്ലെങ്കിൽ അപ്പൊ തന്നെ പണിഷ്മെന്റും കിട്ടും. അതൊക്കെ തെറ്റാണെങ്കിൽ കേട്ടോ. പണിഷ്മെന്റ് കുറച്ച് കടുകട്ടിയാണ്, പിടിച്ചിട്ട് മറ്റേ പൊടിയിൽ മുക്കണ പരിപാടിയാണ്. അനക്കുള്ളത് ഞാൻ തരാം, കിട്ടുന്നേ. ഇപ്പൊ ലൈവില് വന്നേക്കാണ്ട് ഭയങ്കര ഡയലോഗ് ആയിരുന്നു. ഈ മാസ്ക് തീവ്രവാദി. അന്നപ്പം കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഞങ്ങളെ ഗെയിം കാണണം, എന്നാലും നിങ്ങൾക്ക് ആ ചലഞ്ച് എന്താന്നുള്ളത് മനസ്സിലാവും. പറഞ്ഞാൽ ചിലപ്പോ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് വരുന്നില്ല, ഞങ്ങള് പൊട്ടന്മാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. കാക്ക അവിടെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അതപ്പോ നമുക്ക് ആ വീഡിയോ കണ്ടാല് കറക്റ്റ് മനസ്സിലാവും എന്താന്നുള്ളത്. അന്നപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ കണ്ടാലേ മനസ്സിലാവും. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ എന്തായാലും കാണട്ടോ. അപ്പൊ ഗെയിമിന് വേണ്ടതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീംസ്. അപ്പൊ ഇതാ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ ഈ മൈദമാവിൽ ഞങ്ങളെ മുക്കിക്കൊല്ലും. അതാണ് ഗെയിം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പയമ്പരം ഉണ്ടാക്കി മുക്കി പൊരിക്കണാരുണ്ടാക്കിയാണല്ലോ. അപ്പൊ 2 ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആശിക്കാക്കൻ അയിമല് ഇങ്ങനെ 2 ഗ്ലാസ്. അപ്പൊ ബേക്കിൽ ആശിക്കാക്ക എന്താക്കും, ഒരു കളറ് കാണിക്കുക. ആ കളറ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ നമ്മൾ ഏതിലെങ്കിലും ഒന്ന് വെക്കണം. അപ്പൊ പച്ചാണ് എടുത്തെങ്കിൽ ഞാൻ റോസ് കൊണ്ട് വെച്ച് എന്നെ മൈദമാവിൽ മുക്കി. അതാണ് എന്റെ അവസ്ഥ അല്ലേ? പച്ചാന എന്റെ ജുബിനെ നല്ലോണം മുക്കണം. ആശയാ ജുബിനോട് ഒരു ദയം കാണിക്കരുത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് പറയുമ്പോ തുടങ്ങൂട്ടോ. റെഡി അല്ലേ? ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്റ്റാർട്ട്. അപ്പൊ ബാക്കിലുള്ള കളറ് ഫ്രണ്ടില് അവര് കറക്റ്റ് വെച്ചാല് നോ പ്രോബ്ലം, വെച്ചില്ലെങ്കിലും മൈദമാവ്. എത്രയാണ്? റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങി. പണി വരുന്നുണ്ട് മക്കളെ. അതല്ല, അത് ഓൽക്ക് കാണിച്ചു കൊടുക്കണ്ട. അപ്പൊ ഓൽക്ക് ഇനി ബാക്കിയുള്ള കളേഴ്സ് മനസ്സിലാവൂലേ? മുക്കിക്കോ. സുന്ദരിക്കുന്നുണ്ടാ. അപ്പൊ അടുത്ത കളർ കാണിക്കാൻ പോവാണ് ഗൈസ്. അടുത്ത കളർ ഗസ് ചെയ്തോളി. ആയിട്ടില്ല. അതന്നെ കാണിച്ച കളറിനെ ചിലപ്പോ ഒന്നുകൂടി കാണിക്കാം. ചിലപ്പോ നിങ്ങള് ഗസിങ്ങിൽ നിങ്ങളെ ഇഷ്ടത്തിന് വെക്കാം. റെഡി 1 2 3. ആശി മാറ്റാൻ പോവാണ്. ആശി റെഡി അല്ല? ആശി മാറ്റി ഗസ് കളർ ഗസ് ചെയ്തോളി. സ്റ്റാർട്ട്. കറക്റ്റാണ്. മോനെ ചെറുക്കാണ് നോക്ക്. പാവാണ് കുട്ടിയാണല്ലോടാ പക്ഷേ.
എന്റെ കുട്ടി ഇനിയിപ്പോ ഇവിടെ സ്ഥിരം ചിലപ്പോ മൈദപ്പൊടി മുഖത്തിടാൻ തുടങ്ങും. കാരണം എന്താ പറയുക, നല്ല കളർ വെക്കുന്നുണ്ട്. 4 വട്ടാണ് ഇല്ല ഇല്ല ഓള് നോക്കിയില്ല 4 വട്ടാട്ടോ ഈ പേപ്പർ. അത് കഴിഞ്ഞിട്ട് ബാസികാക്കേന്റെ ആശികാക്കേന്റെ അത് വേണോ? എന്റെ കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ് നോക്കി ഉള്ള പോഷനെ. അപ്പൊ 4 വട്ടാണ് ഇതിന്റെ ഇത്. അപ്പൊ ആശയ അടുത്ത കളറ് ഈ അടുത്ത കളർ കാണിച്ചു ഗൈസ്. വെച്ചോളി. റെഡി 1 2 3 സ്റ്റാർട്ട്. ശരിക്കും മുക്ക് ആ മൂക്ക് മാത്രമേ ഉത്തരവുള്ളൂ. അപ്പോൾ 2 സൈഡാണ് ആവട്ടെ. എന്റെ പശുവിനെ തിന്നുന്നുണ്ട് പറഞ്ഞാല്. പക്ഷെ ഇങ്ങനെ നല്ല രസം കേട്ടോ. മറ്റേ അതുണ്ടല്ലോ ഈ പിന്നെ കാട്ടുവാസികളെ മൂപ്പന്മാരൊക്കെ വരുന്നുണ്ട് കാണാന് ചിത്രമൊക്കെ വരച്ചിട്ട്. ഓക്കെ അടുത്ത കളറ് ലാസ്റ്റ് കളർ ആട്ടോ. ലാസ്റ്റ് കളറാണ് പോട്ടെ. ലാസ്റ്റ് കളർ പോട്ടെ. ഓ മൈ ഗോഡ്. അതാ 2 പൊങ്ങിക്കോ. മുക്കിക്കൊല്ലി എന്റെ പെണ്ണുങ്ങൾ പാവാണ്. അതാ ശരി. അതാ മൂക്ക് കേറണ്ട. അതാ കേറിയോ? മനസ്സിലാവുന്നില്ല. ഒരു മാർക്ക് ഉണ്ട് ഫർസുവിന്. എന്റെ പാവാണ് കുട്ടി. ഷാരെ പോട്ടെ നമുക്ക് അടുത്ത ഗെയിം കാക്ക് ഫസ്റ്റ് അടിച്ചു. അതല്ല ഓളോ മുങ്ങി കോലത്തില. ഇനി ഞങ്ങൾ ഈ കോലത്തിലവിടെ രംഗ ആലോചിച്ചിട്ട് ചിരിച്ചേക്കാനോ? നെറ്റിമില് മൂക്കുമ്പോലും മാത്രം. ബാക്കിയൊന്നും ആയിട്ടില്ല. ഇതിന്റെ ബാക്കി കുട്ടി അടിച്ചാൽ മതിയോ? ഇല്ല ഒന്നും ആയിട്ടില്ല. കുറച്ച് വളരെ കുറച്ച് ഞങ്ങൾ മുഖം കിട്ടി വരും ഇനി ഞങ്ങളുടെ. ഓക്കെ അപ്പൊ ഗൈസ് അടുത്തത് ഞങ്ങളാണെന്ന് പറഞ്ഞു. അടുത്ത റൗണ്ടിൽ ഞങ്ങളായിരിക്കാൻ പോണത്. നോക്കാം. എന്തോ ഒരു ഓർമ്മയിലാട്ടിരുന്നതാ. നോമ്പല്ല മറന്നുപോയി. ചെയ്യാൻ വെച്ചില്ലട്ടോ. ഇപ്പൊ തന്നെ പിടിച്ച് മുക്കും. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. സ്റ്റാർട്ട് ചെയ്തോ? ഒരു മിനിറ്റ്. ഓക്കെ കണ്ണങ്ങോട്ടൊക്കെ ഞാൻ നോക്കുന്നില്ല. ഞാൻ ചീറ്റിംഗ് ഇല്ല. സ്റ്റാർട്ട് സ്റ്റാർട്ട്. മുങ്ങിക്കോ. അയ്യോ ഏതാ മോളെ കളറ്? പച്ച കണ്ണുകൾ കൊണ്ട് എന്താക്കിയാ തിന്നതാണ്. നല്ല വേർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഹോട്ടലുണ്ടാവും. കാര്യാക്കണ്ട. ഞാൻ വെക്കണില്ല. സ്റ്റാർട്ട് വരുന്നു. ഒരാള് കഴിച്ചില്ലായി. ഞാൻ സ്ഥിരം ഒരു കളർമ പിടിക്കാനുള്ള പ്രായം. അതാവുമ്പോ ഏതെങ്കിലും ഒക്കെ കഴിച്ചില്ലാവുമല്ലോ. അപ്പൊ ബസികാക്ക് ഒരു കറക്റ്റ് ഓറഞ്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് ബസികാക്ക് ഒരു പോയിന്റ്. മിക്കവാറും എന്നെ കൊണ്ട് തിരിപ്പിച്ചു. രണ്ടാക്കുണ്ട് അല്ലാതെ കൊലച്ചിരി ചിരിക്കൂല. ഞാൻ കഴിച്ചില്ലായി. എനിക്കില്ല. 2 പോയിന്റ്. അപ്പൊ 2 വെക്കണേ മഞ്ഞ 2 പോയിന്റ്. അതൊന്നും പറയാൻ പറ്റൂല. അതൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ വേണമെങ്കിലും 3 വർഷം. അപ്പൊ ബാസികാക്ക് 2 പോയിന്റാ കാശ്. 2 ഫസ്റ്റ് കൂടി പറഞ്ഞാൽ മതി. മുടിയിട്ടില്ലൊക്കെ തന്നെ. അതിന്റെ ഉള്ളിൽ കൂടെ നോക്കണേ.
ആ ബംഗാളി ബാബു അങ്ങനെ ഏകദേശം ഇത്തിരി തീരുമാനമായിട്ടോ അപ്പൊ വാസികാക്ക് 2 മാർക്ക് അനക്ക് 1 മാർക്ക് അപ്പൊ ഈ ഞങ്ങളല്ലേ വിന്നേഴ്സ് രണ്ടെണ്ണം കറക്റ്റ് ആയിട്ട് അല്ല ഇതിപ്പോ 4 എണ്ണം ആയോ ആയില്ലേ ആയി ഞാൻ രണ്ടെണ്ണം കറക്റ്റ് പറഞ്ഞു 2 വട്ടം ബുക്കിംഗ് ചെയ്തു ഒരു വട്ടം കൂടി മുങ്ങണോ മതി ഒരു വട്ടം കൂടി മുങ്ങ മതി 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 ഒന്ന് കുളിക്കണം മതി അന്നിപ്പോ ഇതാ നമ്മളെ ജോതാദ്യം ആശിക്കാക്കി ഇതില് തോറ്റിരിക്കും ഞാനും ആശിക്കാക്കിയും ജയിച്ചു ഞാൻ ബാസ്കാക്കല്ല എനിക്ക് 1ാം സ്ഥാനം എനിക്ക് 2ാം സ്ഥാനം ഞാൻ 2 കറക്റ്റ് ആക്കിയോ റെഡി ഫുൾ എന്റെ ഗിഫ്റ്റ് എടുത്തോണ്ടേ മറ്റൊരു മുക്കി കൊല്ലാൻ നോക്കിയതും പോരാ ഗിഫ്റ്റ് ഇല്ല ഇത് ഗിഫ്റ്റ് ഇല്ല ഇല്ല 4 എണ്ണത്തിന് ജയിച്ചില്ലല്ലോ 2 എണ്ണല്ലേ ജയിച്ചുള്ളൂ എനിക്കല്ലേ ലീഡ് അതിനിപ്പോ എന്താ ലീഡിന് കൂട്ടൂല 4 ജയിക്കണം അപ്പൊ ഞങ്ങളെ പേരില്ലേ വൈൻഡപ്പ് ഞാൻ ഇവിടുന്ന് പറഞ്ഞോളാം അല്ല ഇതാ മറ്റേതല്ലോ മറ്റേ വീഡിയോ ആണ് എടുക്കുന്നത് മറ്റേ പ്രിഡേറ്റർ പടത്തെ അന്യഗ്രഹ അപ്പൊ അങ്ങനെ ഗെയിം അങ്ങനെ ഇതില് ഞാൻ ജയിച്ചിരിക്കുന്നു അതെ 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 ഫസ്റ്റ് ഈ ചെറിയ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് കാരണം ബസ്സിക്കാരെ നല്ല മൊഞ്ചായിരിക്കും ഒരു ക്ലിപ്പ് എടുക്കട്ടെ കാക്കു ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഇനി വീണ്ടും വെറൈറ്റി ചലഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ.